ആലീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ വീടിനടുത്തുള്ള അധികം ദൂരമൊന്നുമില്ല, ഒരു ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ദൂരമുള്ള മാടശ്ശേരി വെള്ളച്ചാട്ടം കാണാനാണ്. നമ്മൾ വാവോട് ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത്. ഇവിടെ എന്തോ പ്രോഗ്രാമിന് പോകാൻ വന്നിറങ്ങുന്ന വണ്ടിയാണല്ലോ. പയ്യന്മാരൊക്കെ നല്ല മഴയായിക്കൊണ്ട് കോണമായി. ശ്രീലക്ഷ്മിക്ക് ഫുൾ A+. ക്ഷേത്രം കഴിഞ്ഞ കളികളോ കഴിഞ്ഞില്ല. ക്ഷേത്രം ആകുന്നുണ്ട്. കളിവിളാകായി. നമ്മളപ്പോൾ പോകുന്നത് കളിവിളാകം ക്ഷേത്രത്തിൻ്റെ സമീപത്തിലുള്ള മാടശ്ശേരി വെള്ളച്ചാട്ടത്തിലേക്കാണ്. ആണല്ലോ നിർത്തേണ്ടല്ലേ. വെള്ളച്ചാട്ടമുള്ള പാലത്തിൻ്റെ അടുത്ത് നമ്മളെത്തി. വണ്ടി ഒതുക്കാനുള്ള നല്ലൊരു സ്ഥലവും കിട്ടി. ഇവിടെ ഒതുക്കാം അല്ലേ. ഇവിടെ NSS കരയോഗത്തിൻ്റെ ഒരു ഓഫീസ് മന്ദിരമുണ്ട്. ഈ കാണുന്ന റോഡ് കുട്ടമല ഭാഗത്തു നിന്നും വന്നിറങ്ങുന്ന റോഡാണിത്. മുമ്പൊക്കെ ഞങ്ങളിവിടെ ഈ റോഡ് വഴി നടന്നൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു. ഇവിടെ ക്ഷേത്രമുണ്ട്. കുറച്ചപ്പുറത്ത് കളിവിളാകം ഭദ്രകാളി ദേവി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴത്തേനും നടന്നാണ് സാധാരണ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ ആയത് കാരണം കറങ്ങി കാറിലൊക്കെ വേറെ വഴി വരും. ഇതിൽ വാഹനങ്ങൾ വരുന്നതാണ്. പക്ഷേ ഒരു കുത്തിറക്കം ഉള്ളത് കാരണം ഞാനിതിൽ ഈ വഴിയെ വരാറില്ല സാധാരണ. മാടശ്ശേരി പാലവും വെള്ളച്ചാട്ടവുമാണ്. ഇതാണ് പ്രകൃതിയുടെ സംഗീതം എന്ന് പറയുന്നത്, ശുദ്ധമായ സംഗീതം. ഇത് അമ്പൂരി ഭാഗത്തുള്ള ഒരു കുളമുണ്ട്. അമ്പൂരി പഞ്ചായത്തിനകത്തൂടെ തന്നെ ഒഴുകി വരുന്ന നിരവധി ചെറിയ ചെറിയ നീരുറവുകളുണ്ട്. ആ നീർച്ചാലുകളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു വലിയൊരു തോടായി മാറി. ആ തോട് കുട്ടമല ചെട്ടുനട ഭാഗത്തൂടെ ഒഴുകി ചെട്ടുനട ചിറയക്കോട് എന്നുള്ള സ്ഥലത്ത് സ്കൂളിൻ്റെയും ചിറയക്കോട് ഭാഗത്തിൻ്റെ ഇടയ്ക്കൂടി ഒരു തോട് ഒഴുകി വന്ന് ഈ പാറയാണിത്. ഈ പാറയിലൂടെ ഒഴുകി താഴേക്ക് പതിക്കുന്നതാണിത്. ഞങ്ങൾ കുറച്ചുകൂടെ മുകളിലേക്കൊന്ന് പോയിട്ട് താഴേക്കുള്ള വ്യൂ ഇവിടെ ഒന്ന് എടുക്കാമെന്ന് കരുതിക്കൊണ്ട് ഈ റോഡെ ഒന്ന് മുകളിലേക്ക് പോവുകയാണേ. ഇതിലേ കൂടെ ഒരു ചെറിയ വഴിയുണ്ട്. അത് ആൾക്കാരിങ്ങനെ അധികം വെള്ളമൊന്നും ഇല്ലാത്തപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. കുളിക്കാനൊക്കെ ആയിട്ട് പോകുന്ന ഒരു വഴിയാണെന്ന് തോന്നുന്നു. ഇതിലൂടെ ഇങ്ങനെ വന്ന് ഇച്ചിരി അടുത്തൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്
ഈ സാഹസമൊക്കെ കാണിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ എത്ര ഭംഗിയ, എന്ത് മനോഹരം ഇത്.